ചൂടിനെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നെല്ലിക്ക ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച ഔഷധമാണ് എന്നതാണ്. ആയുർവേദത്തിൽ അധികമുള്ള പിത്തത്തെ ശാന്തമാക്കുന്ന തണുപ്പ് നൽകുന്ന ഒരു കാര്യമായാണ് നെല്ലിക്കയെ കണക്കാക്കുന്നത്. നിങ്ങൾ പതിവായി നെല്ലിക്ക കഴിക്കുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഉള്ളിലെ ചൂടിനെയാണ് അക്ഷരാർത്ഥത്തിൽ തണുപ്പിക്കുന്നത്. ശരീരത്തിലെ നീക്കത്തെ കുറയ്ക്കുകയും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും കുടലിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിലൂടെ നിങ്ങളുടെ മുടിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരീരത്തിൽ ഉള്ളിലേക്ക് കഴിക്കാൻ ഏറ്റവും മികച്ച രീതിയൊന്നാണ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു പച്ച നെല്ലിക്ക കഴിക്കുകയാണ്. നിങ്ങളുടെ പച്ച നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പച്ച നെല്ലിക്കയുടെ നീര് കുടിക്കുന്നത് വളരെ ഈ സമയത്ത് നിങ്ങളുടെ വളരെ ശൂന്യമായിരിക്കും, ദഹനവ്യവസ്ഥ തയ്യാറായിരിക്കും. അതിനാൽ നെല്ലിക്കയുടെ ഘടകങ്ങൾ നേരിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കൂട്ടണം. ഇതിലേതെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിലോ ചെറു ചൂടുള്ള പാലിലോ ഒരു പീസ് ശുദ്ധമായ നെല്ലിക്കപ്പൊടി കലക്കി കഴിക്കുന്നത് മികച്ചതാണ്. ചിലർ നെല്ലിക്കപ്പൊടി തേനിൽ കലക്കി കഴിക്കാറുണ്ട്. ഇത് വളരെ ഫലപ്രദമാണ്, കാരണം ശുദ്ധമായ തേനിലുള്ള ആന്റി ഇൻഫ്ലമേറ്ററി പ്രീബയോട്ടിക് ഗുണങ്ങൾ കുടലിന്റെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു. ഇനി കുറഞ്ഞ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഉണങ്ങിയ നെല്ലിക്ക വെളിച്ചെണ്ണയിട്ട് കാച്ചിയെടുത്ത നെല്ലിക്കയെണ്ണ തലയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇത് വലിയ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൽ വിറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും നേരിട്ട് മുടിയുടെ അടിഭാഗത്തെത്തിക്കുകയും ചെയ്യുന്നു. ഇത് ഉള്ളിലൂടെ തന്നെ മുടിയെ ശക്തിപ്പെടുത്താനും അകാല നര കുറയ്ക്കാനും മുടിയുടെ വേരുകളെ കൂടുതൽ സജീവമാക്കാനും സഹായിക്കുന്നു. എന്നാൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായി സംസാരിക്കും, കാരണം എണ്ണ തേക്കാൻ ശരിയായ ഒരു രീതിയും തെറ്റായ പല രീതികളുണ്ട്. ഇനി നമുക്ക് കയ്യോടിയെ കുറിച്ച് സംസാരിക്കാം. സംസ്കൃതത്തിൽ ഭൃംഗരാജ് എന്ന് വിളിക്കുന്ന ഇതിന്റെ അർത്ഥം തന്നെ മുടിയുടെ രാജാവാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി